പൊതിച്ചോറ് വിവാദം മലക്കം മറിഞ്ഞ ആരോഗ്യമന്ത്രി. ആശുപത്രികളിൽ രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നതിൽ എതിരില്ലെന്നും അഭിപ്രായം പറഞ്ഞത് ആലപ്പുഴയിലെ സാഹചര്യത്തിലാണെന്നും കെ മുരളീധരൻ വിശദീകരിക്കുന്നു. ആലപ്പുഴയിൽ സ്ഥലം കയ്യേറി സംഘടനകൾ ഭക്ഷണം കൊടുക്കുന്നുവെന്നാണ് മന്ത്രിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്. ആഹാരത്തിന് രാഷ്ട്രീയമില്ലെന്നും മലക്കം മറിച്ചിൽ. മന്ത്രിയുടെ പരാമർശം വിവാദമായതോടെയാണ് തിരുത്തൽ. ആശുപത്രികളിൽ രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നതിന് സർക്കാർ എതിരല്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. KSEBിക്ക് ഗുരുതര വീഴ്ചയെന്ന് റെഗുലേറ്ററി കമ്മീഷൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ KSEBിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നു. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള ടെൻഡർ ഉറപ്പിച്ച ശേഷം അതിന് അന്തിമ അനുവാദം നൽകേണ്ട റെഗുലേറ്ററി കമ്മീഷനെ വിവരമറിയിക്കാൻ KSEB 2 ആഴ്ചയോളം വൈകിപ്പിച്ചു എന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ കണ്ടെത്തൽ. ബോർഡിന്റേത് ഗുരുതര വീഴ്ചയാണെന്നും ഇത് ആവർത്തിക്കരുതെന്നും റെഗുലേറ്ററി കമ്മീഷൻ KSEBിക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ കോൺഗ്രസ് ഭരിക്കുന്ന അയൽ സംസ്ഥാനമായ കർണാടകയിൽ അധിക വൈദ്യുതി ഉണ്ടായിട്ടും അത് വാങ്ങിയെടുക്കാനുള്ള കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന ആരോപണവും ശക്തമാവുകയാണ്. ലോകകപ്പ് ഫൈനൽ ഇനി ബിഗ് സ്ക്രീനിൽ. തിയേറ്ററുകളിൽ സൗജന്യ പ്രദർശനം. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് മത്സരം സർക്കാർ തിയേറ്ററുകളിൽ തത്സമയം പ്രദർശിപ്പിക്കും. തിരുവനന്തപുരത്തും കോഴിക്കോടും മത്സരം ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സിനിമാ മന്ത്രി PC വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരമാണ് കായിക പ്രേമികൾക്കായി ഇത്തരമൊരു സൗകര്യം ഒരുക്കുന്നത്. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കൈരളി തിയേറ്ററുകളിലാണ് പ്രദർശനം നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. കോഴിക്കോടും തിരുവനന്തപുരത്തും 2 സ്ക്രീനുകളിലാണ് പ്രദർശനം ഉണ്ടാവുക. ഇതിൽ തിരുവനന്തപുരത്ത് കൈരളിയിലും നീളയിലുമാകും പ്രദർശനം ഉണ്ടാവുക. കായിക പ്രേമികളുടെ വ്യാപകമായ അഭ്യർത്ഥനയെ തുടർന്നാണ് സിനിമാ മന്ത്രി KSFDCക്ക് ഈ നിർദ്ദേശം നൽകിയത്. ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച VS ചന്ദ്രശേഖരൻ. മുഖ്യമന്ത്രി VD സതീശനെ പിന്തുണച്ച് സംഘടനയുടെ മുൻ പ്രസിഡന്റ് VS ചന്ദ്രശേഖരൻ രംഗത്തെത്തിയതോടെ വിവാദം പുതിയ വഴിത്തിരിവിലെത്തി. താനിപ്പോഴും ലോയേഴ്സ് കോൺഗ്രസിന്റെ നിയമാനുസൃത പ്രസിഡന്റാണെന്നും PK അബ്ദുറഹ്മാൻ താൽക്കാലിക പ്രസിഡന്റായി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും ചന്ദ്രശേഖരൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തന്റെ രാജി ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെന്നും അതിനാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. PK അബ്ദുറഹ്മാൻ സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വ്യക്തിപരമായ നിരാശയുടെ ഭാഗമാണെന്നും ചന്ദ്രശേഖരൻ ആരോപിച്ചു. അബ്ദുറഹ്മാൻ നൽകിയ ഗവൺമെന്റ് പ്ലീഡർ പട്ടികയിലെ ആദ്യത്തെ പേര് അദ്ദേഹത്തിന്റേതാണെന്നും സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്തിനായി അദ്ദേഹം അപേക്ഷ നൽകിയിരുന്നുവെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ. സ്കൂളുകൾക്ക് നാളെ അവധി. ഫുട്ബോൾ ഫൈനൽ നടക്കുന്നതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകാൻ മുഖ്യമന്ത്രി VD സതീശന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ലോകകപ്പ് ഫുട്ബോൾ മത്സരം നാളെ പുലർച്ചെ നടക്കുന്ന സാഹചര്യത്തിലാണ് അവധി. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ഫൈനൽ മത്സരം നടക്കുന്നതിനാൽ നാളെ അവധി വേണമെന്ന ആവശ്യവുമായി കുട്ടികളടക്കം രംഗത്തെത്തിയിരുന്നു. വൈദ്യപരിശോധനയ്ക്കിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി. കളമശ്ശേരി പോലീസ് മോഷണക്കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതി വൈദ്യപരിശോധനയ്ക്കിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അസം സ്വദേശി അബ്ദുൾ അലിയാണ് പോലീസിനെ വെട്ടിച്ച് കടന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത്. രക്ഷപ്പെടുമ്പോൾ ഇരുകൈകളിലും വിലങ്ങുണ്ടായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. കോൺഗ്രസിലെ തർക്കം വക്താക്കൾക്ക് കർശന നിയന്ത്രണവുമായി KPCC. കോൺഗ്രസിലെ ആഭ്യന്തര തർക്കം രൂക്ഷമായ പശ്ചാത്തലത്തിൽ പാർട്ടി വക്താക്കൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി KPCC. വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ലെന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പാർട്ടി വേദികളിൽ മാത്രമേ ഉന്നയിക്കാവൂ എന്നും KPCC ഇറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. വക്താക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സ്ഥിതി രൂക്ഷമായതോടെയാണ് നേതൃത്വം അടിയന്തര നിർദ്ദേശവുമായി രംഗത്തെത്തിയത്. ചില പാർട്ടി വക്താക്കൾ മുഖ്യമന്ത്രിയെ പരസ്യമായി വിമർശിച്ചതിന് പിന്നാലെയാണ് KPCC ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. VSന്റെ ഓർമ്മക്കുറിപ്പുള്ള വാരാന്ത പതിപ്പ് അവസാന നിമിഷം പൂഴ്ത്തി ദേശാഭിമാനി. CPM മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ ചരമവാർഷിക ദിനത്തിന് മുന്നോടിയായി പ്രസിദ്ധീകരിക്കാനിരുന്ന ഓർമ്മക്കുറിപ്പിനെ പൂട്ടിട്ട് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി. വീണ്ടും മുഴങ്ങുന്നു ആ കടലിരമ്പം എന്ന തലക്കെട്ടിലുള്ള ഓർമ്മക്കുറിപ്പ് അടങ്ങിയ വാരാന്ത പതിപ്പ് ഇല്ലാതെയാണ് ഇന്ന് ദേശാഭിമാനി പുറത്തിറങ്ങിയത്. വാരാന്ത പതിപ്പ് പൂർണ്ണമായും അച്ചടിച്ച ശേഷം വിതരണം ചെയ്യേണ്ടെന്ന അവസാന നിമിഷ മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു. കേരളത്തിൽ നിക്ഷേപം നടത്തുമെന്ന വിഷയത്തിൽ ടാറ്റ ഗ്രൂപ്പിന്റെ വാദങ്ങൾ തെറ്റെന്ന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിൽ 300 കോടി രൂപയുടെ നിക്ഷേപം നടത്താമെന്ന് ടാറ്റ നേരത്തെ അറിയിച്ചിരുന്നതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ടാറ്റയുടെ നിക്ഷേപത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ലെന്ന കമ്പനിയുടെ പ്രതികരണത്തിന് മറുപടിയായാണ് മന്ത്രി ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് ടാറ്റയുടെ പ്രതിനിധികൾ തന്നെയും മുഖ്യമന്ത്രിയെയും നേരിൽ കണ്ട് ചർച്ച നടത്തിയിരുന്നതായി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കൊച്ചി കണ്ടെയ്നർ ടെർമിനലിന് സമീപമുള്ള മലബാർ സിമന്റ്സിന്റെ ഭൂമിയിൽ ടാറ്റയുടെ പദ്ധതി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ചകൾ നടന്നത്. PSC പരീക്ഷ റദ്ദാക്കിയ സംഭവത്തിൽ പാളിയത് പുതിയ പരിഷ്കരണമെന്ന വിവരം. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദിവസം 2 പരീക്ഷ വെച്ചതാണ് അബദ്ധം പിണയാൻ കാരണമെന്നാണ് ഉയരുന്ന വിമർശനം. PSC ചെയർമാൻ MR ബൈജുവിന്റേതായിരുന്നു പരീക്ഷാ പരിഷ്കരണം. ഇത്തരത്തിൽ പരീക്ഷ നടത്തിയാൽ ചോദ്യപേപ്പർ മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചെയർമാൻ ഇത് പരിഗണിച്ചില്ലെന്ന ഒരു വിഭാഗം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന യാത്രാപത്ത ലാഭിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പുതിയ പരിഷ്കരണമെന്ന ആക്ഷേപവുമുണ്ട്.